നമുക്ക് ഒരു കണക്കൂടി നോക്കാം. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ, അതായത് എ പോൾ 2.6 meter long lean against a wall. The foot of the pole is 1 meter away from the wall. When the foot of the pole is pushed a little away, the top and slide down by the same length. How much was the foot moved? ഫുട്ട് എത്ര ദൂരം മൂവ് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കണം. അതായത് ഇതാണ് വാള്. ഈ വാളിൽ ഒരു പോൾ നമ്മൾ ചാരി വയ്ക്കുന്നു. ഇതാണ് പോൾ. ഈ പോളിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 2.6 meter. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഭിത്തിയിൽ നിന്ന് 1 meter ദൂരത്തിലാണ് ഇത് ചാരിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നമുക്കറിയാമെങ്കിൽ ഈ മെഷർമെൻറ്റ് നമുക്ക് കിട്ടും. ഈ ഭിത്തിയുടെ നീളം എത്രയും നമുക്ക് കണ്ടുപിടിക്കാം. അതായത് BC squared AB squared plus AC squared. ഇപ്പോൾ BC എത്ര? 2.6 പോളിൻ്റെ നീളം, ദറ്റ് ഈസ് 2.6 square ഈക്വൽ ടു ഇത് എത്ര? 1 squared പ്ലസ് AC squared കിട്ടും. അപ്പോൾ 2.6നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6.76. ഇത് 1 squared 1, ഇത് AC. ഇപ്പോൾ AC squared ഈക്വൽ ടു 6.76 ഈ -1 5.76. അപ്പോൾ AC ഈക്വൽ ടു ഇതിൻ്റെ സ്ക്വയർ എടുത്താൽ ഇതിൻ്റെ റൂട്ട്, അപ്പോൾ 2.4. ACയുടെ വാല്യൂ 2.4. ഇത് 2.4. ഓക്കെ, രണ്ടാമത്തെ ഇതെന്ന് പറഞ്ഞാൽ ആ പോൾ നമ്മൾ അല്പം ഡിസ്റ്റൻസ് പുഷ് ചെയ്യുന്നു. ഇത്രയും ദൂരം പുഷായി. അപ്പോൾ ഇത് മുകളിൽ നിന്നും താഴോട്ട് അത്രയും ദൂരം ഇറങ്ങി വന്നു. അപ്പോൾ പുതിയ പോയിന്റിനെ നമ്മൾ DE എന്ന് കൊടുക്കുക. അപ്പോൾ പുതിയ ട്രയാങ്കിൾ നമുക്ക് കിട്ടി. ഈ ട്രയാങ്കിൾ, ഇതിൻ്റെ ഫോർമുല DE squared ഈക്വൽ ടു, അതായത് DE squared ഇത് AD squared പ്ലസ് AE squared. AD squared പ്ലസ് ADE squared ഈക്വൽ ടു AD squared പ്ലസ് AE squared. ഇപ്പോൾ DE എത്രയാണ്? DE എന്ന് പറയുന്നത് ആ പോളിൻ്റെ ലെങ്ത് ആണ്. അത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ 2.6 അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഈക്വൽ ടു DA എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ്. മൊത്തം ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ച് 2.4. അതിൽ നിന്ന് എക്സ് നമുക്ക് അറിയത്തില്ല എത്ര ദൂരം ഇത് മൂവ് ആയിട്ടെന്നുള്ളത്. അപ്പോൾ ഇത് രണ്ട് എക്സ് എന്ന് വെച്ചിരിക്കുക. അപ്പോൾ 2.4 മൈനസ് എക്സ്, അത് ഇത് മൊത്തം 2.4. അതിൽ നിന്ന് എക്സ് നമ്മൾ കുറയ്ക്കുമ്പോൾ DAയുടെ വാല്യൂ നമുക്ക്